Praise the Lord. Hallelujah. കർത്താവിന് മഹത്വം, കർത്താവിന് മഹത്വം, കർത്താവിന് മഹത്വം, കർത്താവിന് മഹത്വം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എൻ്റെ കർത്താവേ, നന്ദിയോടെ ഞാൻ സ്തുതിക്കുന്നു, നന്ദിയോടെ ഞാൻ സ്തുതിക്കുന്നു, നന്ദിയോടെ ഞാൻ സ്തുതിക്കുന്നു. അവിടെ വലിയ രൂപയ്ക്കായി നന്ദി പറയുന്നു, നന്ദി പറയുന്നു, നന്ദി പറയുന്നു, നന്ദി പറയുന്നു. കർത്താവേ, എണ്ണമില്ലാത്ത ഉപകാരങ്ങൾക്കായി ഞങ്ങൾ നന്ദി പറയുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധനെ ഞങ്ങൾ അങ്ങയെ വായിച്ചുന്നു. പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്. ദൈവത്തിന്റെ ധന്യതിരുനാമം വായിച്ചപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട നല്ല സന്ധ്യയ്ക്കായി കർത്താവിനെ വായിക്കുന്നു, സ്തുതിക്കുന്നു. റോസ് ഫാമിലി ഫേസ്ബുക്ക് പേജിലൂടെ നിങ്ങളെ അഭിസംബോധന ചെയ്യുവാൻ ലഭിച്ച നല്ല അവസരങ്ങൾക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഈ പേജിന് നേതൃത്വം കൊടുക്കുന്ന കർത്താവിൻ്റെ ദാസി റോസിൽ സുരേഷിനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവിൻ്റെ ദാസിയോടുള്ള നന്ദിയെ ഈ തരുണത്തിൽ അറിയിക്കുന്നു. ഈ വചനം കേൾക്കുന്ന എല്ലാവരെയും ക്രിസ്തീയ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. കർത്താവ് എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രതിസന്ധികളേറിയ ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. ആ പ്രതിസന്ധികളേറിയ കാലഘട്ടത്തിൽ നാം ജീവിക്കുമ്പോൾ ദൈവവചനത്തിന്റെ പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ട് ഇങ്ങനൊരു ഫേസ്ബുക്ക് പേജിലൂടെ വചനം പങ്കുവയ്ക്കുവാൻ കർത്താവിൻ്റെ ദാസിയെയും തൻ്റെ കൂടെ പ്രവർത്തിക്കുന്നവരെയും ദൈവം സഹായിക്കുന്ന എല്ലാ ദൈവകൃപയ്ക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. മുഖവരകൾ ഒത്തിരി പറയാതെ ദൈവവചന ചിന്തയിലേക്ക് ശ്രദ്ധയെ തിരിക്കുന്നു. അസാധ്യതകളെ സാധ്യമാക്കാൻ കഴിയുന്ന ദൈവത്തിന്റെ വലിയ കൃപ ഈ രാത്രിയിലും ഈ സന്ധ്യാസമയത്തും അനുഭവിപ്പാൻ സർവശക്തനായ ദൈവം നമുക്ക് കൃപ ചെയ്യട്ടെ. മാനുഷികമായ പരിമിതികളും മാനുഷികമായ ആ അനുഭവങ്ങളിൽ ഉണ്ടാകുന്ന ഞെരുക്കങ്ങളും ഭാരങ്ങളും പല മനുഷ്യരുടെയും ജീവിതത്തിൽ, മനുഷ്യകുലത്തിന്റെ ജീവിതത്തിൽ ഒത്തിരി പ്രതിസന്ധികളും വേദനകളും വരുത്തി വയ്ക്കുമ്പോൾ ദൈവവചനത്തിന്റെ ശക്തിയും ദൈവത്തിന്റെ കൃപയുമാണ് യഥാർത്ഥമായ ദൈവപ്രവൃത്തിയിലേക്ക്, യഥാർത്ഥമായ ലക്ഷ്യത്തിലേക്ക് ദൈവമക്കളെ നയിക്കുന്നതെന്ന് യഥാർത്ഥമായി തിരിച്ചറിയുവാൻ ദൈവം നമുക്ക് തന്നിരിക്കുന്ന നല്ല അവസരങ്ങളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. എല്ലാവർക്കും ക്രിസ്തീയ വചനത്തെ അറിയിക്കുന്ന ഒരു വേദഭാഗം വായിച്ച് ദൈവവചന ചിന്തയിലേക്ക് കടക്കുവാൻ കർത്താവ് ശരണപ്പെടുകയാണ്. ന്യായാധിപന്മാരുടെ പുസ്തകം 14-ാം അധ്യായം അതിൻ്റെ 13-ാം വാക്യം ഈ സമയത്ത് വായിക്കുന്നു. രാജാക്കന്മാരുടെ പുസ്തകം 14-ാം അധ്യായം അതിൻ്റെ 5-ാം വാക്യം. അങ്ങനെ ശിംശോനും അവന്റെ അപ്പനും അമ്മയും തിമ്നയിലേക്ക് പോയി. തിമ്നയ്ക്കരികെയുള്ള മുന്തിരിത്തോട്ടത്തിലെത്തിയപ്പോൾ ഒരു ബാലസിംഹം അവന്റെ നേരെ അലറി വന്നു. ശിംശോൻ ഭാവിസംബന്ധമായ ഒരു കാര്യത്തിനു വേണ്ടി തൻ്റെ പിതാവിനെയും മാതാവിനെയും കൂട്ടി താൻ പുറപ്പെടുന്ന ഒരു യാത്രയിൽ തനിക്ക് നേരിടുന്ന വലിയൊരു പ്രതിസന്ധിയുടെ നടുവിൽ അവന്റെ മേൽ വ്യാപരിക്കപ്പെട്ട ഒരു ദൈവകൃപയുടെ ശക്തിയെ നമുക്കവിടെ തിരിച്ചറിയുവാൻ ഇടയായിത്തീരും. ശിംശോന്റെ ജീവിതം തന്നെ അവൻ ജനിക്കും മുമ്പ് തന്നെ അവൻ ആരായിരിക്കുമെന്നും അവൻ എങ്ങനെ ജീവിക്കണമെന്നും യഥാർത്ഥമായ വ്യക്തമായ ധാരണ, വ്യക്തമായ വെളിപ്പാട് അമ്മയ്ക്ക് കൊടുത്തിട്ടുള്ളത് നമുക്ക് ആ മുൻഭാഗങ്ങളിൽ വായിക്കുമ്പോൾ കാണുവാൻ കഴിയും. ഇവിടെ തിമ്നയ്ക്ക് യാത്ര ചെയ്യുന്ന ശിംശോന്റെ ജീവിതത്തിൽ ഭാവി സംബന്ധമായ കാര്യത്തിന് വേണ്ടി അവൻ പുറപ്പെടുകയാണ്. ഒന്നുകൂടെ ഇറങ്ങി ചിന്തിച്ചാൽ നല്ല ഭാവിയുടെ വിശാലതയ്ക്ക് വേണ്ടി ആഗ്രഹിക്കുന്ന ഒരു ശിംശോന്റെ ജീവിതത്തിൽ നിയോഗമുള്ളവന്റെ നേരെ ചാടി വീഴുന്ന ഒരു ബാലസിംഹത്തിന്റെ ശക്തി അവിടെ കടിച്ചു കയറുവാൻ വരികയാണ്. ആ പ്രതിസന്ധിക്കകത്ത് എങ്ങനെ മുന്നേറണമെന്ന് അറിയാതെ ഭാരപ്പെടുന്ന ശിംശോന്റെ മേൽ ദൈവത്തിന്റെ ആത്മാവിന്റെ
ശക്തി വന്നു. പ്രശ്നത്തെ അവന്റെ മുമ്പിൽ വന്ന വിഷയം ഒരു മാനുഷികമായ പരിമിതി വെച്ച് ഒരിക്കലും കൈകാര്യം ചെയ്യാൻ പറ്റാത്ത വിഷയമാണ്. പക്ഷേ ദൈവാത്മാവ് അവന്റെ മേൽ വന്നപ്പോൾ ശിംശോന്റെ നേരെ വന്ന ആ ബാലസിംഹം ശിംശോൻ ഒരു ആട്ടിൻകുട്ടിയെ പോലെ കീറിക്കളയുകയാണ്. ഇന്ന് രാത്രി ഈ സന്ധ്യാസമയത്ത് എന്നെ ശ്രവിക്കുന്ന പ്രിയപ്പെട്ടവരെ, പ്രതിസന്ധികൾ, വേദനകൾ, ഭാരങ്ങൾ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ എങ്ങനെ മുന്നേറണമെന്നറിയാതെ ഈ സന്ധ്യയെങ്കിൽ ഭാരപ്പെടുന്നെങ്കിൽ, ജീവിതത്തിന്റെ മണ്ഡലത്തിൽ മുന്നേറേണ്ടവണ്ണം മുന്നേറാൻ കഴിയാതെ ഭയത്തോടെ, ഭീതിയോടെ ചില വിഷയങ്ങളെ നേരിടുകയാണെങ്കിൽ, ഇന്ന് രാത്രി ദൈവാത്മാവിന്റെ സാന്നിധ്യം നമ്മുടെ മേൽ ഇറങ്ങി വന്നാൽ ചില പ്രതിസന്ധികൾ നമ്മുടെ മുമ്പിൽ അവൻ സിംഹമായി വന്നതിനെ ആടാക്കി മാറ്റാൻ കരുത്തുള്ള, അവന്റെ മുമ്പിൽ സിംഹം പോലെ വന്ന വിഷയം അവൻ ആടിനെ പോലെ കൈകാര്യം ചെയ്യുക. ഇന്ന് ഈ വചനം കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് ദൈവാത്മാവിൽ ഒരു ദൂത് പറയാ. നീ ഭാരപ്പെടുന്ന, എന്നെ കേൾക്കുന്ന പ്രിയ അമ്മേ, പിതാവേ, മാതാവേ, സഹോദര, സഹോദരി, നീ അനുഭവിക്കുന്ന പ്രയാസം എത്ര ഭീകരമാണെങ്കിലും അതിനെ ലഘൂകരിക്കാൻ കരുത്തുള്ള തമ്പുരാന്റെ അദൃശ്യമായ ശക്തിയുള്ള ആ കരത്തിന്റെ വല്ലഭത്വത്തെ ഇന്ന് രാത്രി തിരിച്ചറിയട്ടെ. യഥാർത്ഥമായ ദൈവ സാന്നിധ്യത്തിനു വേണ്ടി ഈ സന്ധ്യയെങ്കിൽ കൊതിക്കുമെങ്കിൽ അവൻ നടക്കത്തില്ലെന്നും, അവൻ ഒതുക്കിക്കളയുമെന്നും, കടിച്ചു കീറുമെന്നും, ഇവിടെ കൊണ്ട് അവസാനിക്കുമെന്നും, ഇനി മുന്നോട്ടൊരു യാത്രയില്ലെന്നും ഒക്കെ വാതുകെട്ടുന്ന പൈശാചിക മണ്ഡലത്തിന്റെ വെല്ലുവിളികളെ തച്ചുടച്ചുകൊണ്ട് വിജയകരമായ ഒരു ഭാവി പ്രതീക്ഷയിലേക്ക് കരം പിടിച്ചുയർത്താൻ കരുത്തുള്ള തമ്പുരാന്റെ കരം ഇന്ന് രാത്രി അവൻ ഈ കേൾക്കുന്ന ദൈവവചനത്തിന് മുമ്പിൽ ചലിക്കുകയാ. എത്ര വിദൂരങ്ങളിലാണെങ്കിലും ദൈവവചനത്തിന്റെ ശക്തി അതിവേഗം ഓടുന്നതാ. അവൻ ഹല്ലേലൂയ. ചില മണ്ഡലങ്ങൾക്ക് മേൽ ഈ വചനം ചലിക്കട്ടെ. ഇന്ന് രാത്രി ഈ സന്ധ്യയെങ്കിൽ യേശുവിന്റെ നാമത്തിൽ ചില മേഖലകളിലേക്ക് ആ വചനം ചലിക്കട്ടെ. കടിച്ചു കീറാൻ കുതിക്കുന്ന ചില ദുഷ്ടമണ്ഡലങ്ങൾ. അവൻ സ്തോത്രം. പത്രോസിന്റെ 1-ാം ലേഖനം അവൻ 5-ാം അധ്യായം 8-ാം വാക്യം വായിക്കുമ്പോൾ നമുക്ക് കാണാം, അവൻ ആരെ വിഴുങ്ങേണ്ടുവെന്ന് അവൻ ചുറ്റിത്തിരിയുന്ന ഒരു പൈശാചിക ശക്തിയെ നമുക്ക് അവിടെ കാണാം. അങ്ങനെയെങ്കിൽ ആരെ വിഴുങ്ങണം, ആരെ തകർക്കണം, ഏതു തലമുറയെ ഇല്ലാതാക്കണം, തലമുറയുടെ ഭാവിയെ ഒതുക്കിക്കളയണം, മുന്നേറ്റത്തെ തകർത്തു കളയണമെന്ന് വാതുകെട്ടുന്ന ചില ബാലസിംഹങ്ങൾ തലമുറയ്ക്കെതിരെ വാതുകെട്ടുമ്പോൾ ഇന്ന് രാത്രി പ്രാർത്ഥിക്കുന്ന, നിയോഗമുള്ള, ദൈവകൃപയ്ക്ക് വേണ്ടി ആഗ്രഹിക്കുന്ന എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, മുട്ടുമടക്കാൻ തയ്യാറാകുമെങ്കിൽ ദൈവ സാന്നിധ്യം ചില ശക്തികളെ കീഴടക്കിക്കൊണ്ട് അവന് ആ വിഷയത്തിന്റെ ഭയങ്കരത്വത്തെ മാറ്റി അതിനെ ലഘൂകരിച്ച് സിംസോന്റെ കരങ്ങൾ കൊണ്ട് തന്നെ അതിനെ കീറിക്കളയത്തക്കവണ്ണം ഒരു ദൈവശക്തി വ്യാപരിച്ചെങ്കിൽ ഇന്ന് എന്നെ കൊണ്ട് പരിഹരിക്കാൻ പറ്റത്തില്ല, എൻ്റെ കുടുംബത്തെ കൊണ്ട് പരിഹരിക്കാൻ പറ്റത്തില്ല എന്ന് പറയുന്ന ചില വിഷയത്തിന്മേൽ ഇന്ന് രാത്രി സ്വർഗത്തിന്റെ കരം ചലിക്കുന്നു. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഭാരപ്പെടേണ്ട. പ്രവർത്തിക്കുന്ന ഒരു കരം എനിക്ക് വേണ്ടിയും നമുക്ക് വേണ്ടിയും ഇന്ന് രാത്രി ഈ സന്ധ്യയെങ്കിൽ ചലിക്കുന്നുണ്ട്. വിശ്വാസത്തോടെ ഈ വചനത്തെ ഏറ്റെടുക്കട്ടെ. ഒരു സിംഹത്തെ ആടിനെ ആക്കി മാറ്റുന്ന ഒരു ദൈവശക്തി. സിംഹം പോലെ വന്ന വിഷയത്തെ, ഭീകരമായി വന്ന വിഷയത്തെ, തലയ്ക്കുമീതെ കവിഞ്ഞു പോകാൻ സാധ്യതയുള്ള ചില വിഷയങ്ങളെ ഈ രാത്രിയിലെ ഈ സന്ധ്യയിലെ ഈ വചനത്തിലൂടെ ദൈവാത്മാവ് ലഘൂകരിച്ച് എൻ്റെ കരങ്ങളിൽ ഒതുങ്ങുന്നതാക്കി അതിനെ മാറ്റാൻ ദൈവത്തിന് കഴിയുമെന്ന് ആത്മാവ് ഇന്ന് രാത്രി ആരോഗ്യോ ദൂത് കൈമാറുന്നു. സ്തോത്രം ചെയ്തു തുടങ്ങട്ടെ. ഭീകരമായ ചില വിഷയങ്ങൾ എൻ്റെ കൈപ്പിടിക്കകത്ത് ഒതുക്കിത്തരാൻ, എൻ്റെ പ്രാർത്ഥനാ മുറിക്കകത്ത് എൻ്റെ പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും കെടുത്തുവാൻ ശക്തിയുള്ള ദൈവ സാന്നിധ്യം ഇന്ന് രാത്രി നമുക്ക് വേണ്ടി ചലിക്കുന്നുണ്ട്. വിശ്വസിക്കുന്നവരുടെ കർത്താവിന് മഹത്വം കൊടുക്കട്ടെ. ശിംശോന്റെ നേരെ ചാടി വീണത് അവൻ ഒരു അവന്റെ അടുത്ത വാക്യം ഇങ്ങനെയാണ് വായിക്കുന്നത്: യഹോവയുടെ
അപ്പോൾ യഹോവയുടെ ആത്മാവ് അവന്റെ മേൽ വന്നു. കയ്യിൽ ഒന്നുമില്ലാതിരിക്കെ അതിനെ ഒരു ആട്ടിൻകുട്ടിയെ പോലെ കീറിക്കളഞ്ഞു. കയ്യിലൊന്നും വേണ്ട, ഒരു സോഴ്സും വേണ്ട, ഒരവസരങ്ങളും എന്റെ മുമ്പിൽ തുറന്നില്ലെങ്കിലും ഞാൻ ഭാരപ്പെടുന്ന വിഷയത്തിന്റെ അകത്ത് ചില അത്ഭുതങ്ങളെ സൃഷ്ടിക്കാൻ ഈ സന്ധ്യയെങ്കിൽ ദൈവത്തിന് കഴിയുമെന്ന് വിശ്വസിക്കാൻ കൃപ പ്രാപിച്ചവർ ദൈവത്തെ സ്തുതിച്ചു തുടങ്ങട്ടെ. അസാധ്യതകളെ സാധ്യമാക്കുന്ന ദൈവശക്തി ഈ പകൽ നമുക്ക് വേണ്ടി ചലിക്കുന്നുണ്ട്. നമുക്കറിയാം, മോശയുടെ ജീവിതത്തിന്റെ ചരിത്രത്തിൽ നമ്മൾ ഒന്ന് തിരിഞ്ഞു നോക്കിയാൽ സമയത്തിന്റെ പരിമിതി കൊണ്ട് ഞാൻ അടുത്ത ഭാഗത്തിലേക്ക് പ്രവേശിക്കുകയാ. മോശയുടെ ജീവിതത്തിൽ സംഖ്യാപുസ്തകം 11-ാം അധ്യായം 13-ാം വാക്യത്തിലേക്ക് നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ അവിടെ കാണാൻ കഴിയുന്നുണ്ട്, ജനത്തിന് ഇറച്ചി വേണമെന്ന് ആഗ്രഹിച്ച് അവർ പിറുപിറുക്കാൻ തുടങ്ങിയപ്പോൾ മോശ ദൈവത്തോട് പ്രാർത്ഥിക്കുക, കർത്താവേ, ഞാൻ എവിടെ നിന്ന് ജനത്തിന് ഇറച്ചി കൊടുക്കും? എവിടെ നിന്ന് ഈ ജനത്തെ തൃപ്തിപ്പെടുത്തും? ഇത്രയും വലിയ സമൂഹത്തെ ഞാൻ എങ്ങനെ പോറ്റും? സ്തോത്രം എന്നൊക്കെ ഭാരപ്പെട്ട് ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ മോശയ്ക്ക് വേണ്ടി തന്റെ ജനത്തിനു വേണ്ടി ചലിച്ച ഒരു ദൈവത്തിന്റെ കരം. ഹല്ലേലൂയ. ഇന്ന് രാത്രി ഈ സന്ധ്യയെങ്കിൽ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ജീവിതത്തിന്റെ മണ്ഡലത്തിൽ ചിലത് ആഗ്രഹത്തോടെ പ്രാർത്ഥനയോടെ ഒരു സമൂഹത്തിന് മുമ്പിൽ ഒരു പക്ഷേ ഒരു പിതാവായി, ഒരു മാതാവായി, എന്റെ മുമ്പിലേക്ക് പലരോടും ആൻസർ പറയാൻ കഴിയാത്ത വിധം, മറുപടി പറയാൻ കഴിയാത്ത വിധം, എന്നോട് ഉയർന്നു വരുന്ന ചില ചോദ്യങ്ങൾക്ക് മറുപടി കൊടുക്കാൻ പറ്റാത്ത വിധം ഉയർന്നു വരുന്ന ചില വെല്ലുവിളികൾക്കകത്ത് ഇന്ന് ഈ സന്ധ്യയെങ്കിൽ ഭാരപ്പെടുന്നെങ്കിൽ മുട്ടുമടക്കാൻ തയ്യാറാകട്ടെ, കരയുവാൻ തയ്യാറാകട്ടെ, നിലവിളിക്കാൻ തയ്യാറാകട്ടെ. യേശുവേ എന്ന് ഈ സന്ധ്യയെങ്കിൽ നിന്ന് വിളിക്കാൻ തയ്യാറാകട്ടെ. എന്റെ രക്ഷക, എന്നെ വിടുവിക്കണമേ എന്ന് ഇന്ന് രാത്രി പ്രാർത്ഥിക്കാൻ തയ്യാറാകുമെങ്കിൽ നമുക്ക് വേണ്ടി ഇറങ്ങി വരുന്ന വിളിച്ചവനെ, വിളിച്ച ദൈവം വിശ്വസ്തനാണ്. അവൻ വഴിയിലിട്ടേച്ചു പോകുന്ന ദൈവമല്ല. മിസ്രയീമെന്ന അടിമ നുകത്തിൽ നിന്നും തന്റെ ജനത്തെ പുറപ്പെടുവിച്ച് വാഗ്ദത്ത കനാനിലേക്ക് പുറപ്പെടുവിക്കുവാൻ നിയോഗം ഏറ്റെടുത്ത മോശയുടെ ജീവിതത്തിന്റെ നടുവിൽ ഉയർന്നു വന്ന ചില ചോദ്യങ്ങൾക്ക് മറുപടിക്ക് വേണ്ടി അവൻ ദൈവസന്നിധിയിൽ മുട്ടുമടക്കുകയാണ്. ഇന്ന് സന്ധ്യയെങ്കിൽ മുട്ടുമടക്കാൻ തയ്യാറാകുമെങ്കിൽ, കരയുവാൻ തയ്യാറാകുമെങ്കിൽ, നിലവിളിക്കാൻ തയ്യാറാകുമെങ്കിൽ, മടക്കേണ്ടടുത്ത് മടക്കുവാൻ തയ്യാറാകുമെങ്കിൽ ചില അത്ഭുതങ്ങളെ നമുക്ക് വേണ്ടി ചെയ്യുവാൻ നമ്മുടെ ദൈവ ശക്തനായ ദൈവമാണ്. മോശ പ്രാർത്ഥിച്ചു. അടുത്ത ഈ അധ്യായത്തിന്റെ അകത്ത് തന്നെ ദൈവത്തിന്റെ പ്രവർത്തികൾ കണ്ടു എങ്കിലും നമുക്ക് അതിന്റെ വ്യക്തത മനസ്സിലാക്കണമെങ്കിൽ 74-ാം സങ്കീർത്തനം 14-ാം വാക്യത്തിൽ നമ്മൾ കാണുന്നു, അവൻ ലിവ്യാഥാന്റെ തലയെ തകർത്തു, വരുവാസികളായ ജനത്തിന് അത് ആഹാരമായി കൊടുത്തു. സ്തോത്രം. 14-ാം അധ്യായത്തിൽ 11-ാം അധ്യായം സ്തോത്രം 31-ാം വാക്യത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നു. സ്തോത്രം. അനന്തരം യഹോവ അയച്ച ഒരു കാറ്റ് ഊതി കടലിൽ നിന്ന് കാട വന്നു പാളയത്തിന്റെ സമീപത്ത് ഒരു ദിവസത്തെ വഴി അങ്ങോട്ടും ഇങ്ങനെ പാളയത്തിന് ചുറ്റും നിലത്തോ ഏകദേശം 2 മുഴം ഉയരത്തിൽ കാട പക്ഷികളെ പറത്തി നിർത്തുകയാണ്. ഈ ഭാഗത്ത് എങ്ങനെ കാട വന്നു എന്നറിയുന്നില്ലെങ്കിലും സങ്കീർത്തന പുസ്തകത്തിൽ നമ്മൾ ലിവ്യാഥാന്റെ തലയെ തകർത്ത്, കടലിന്റെ അകത്ത് കിടക്കുന്ന ഒരു ലിവ്യാഥാനെ തകർത്ത് ഒരു കാടയുടെ വലുപ്പത്തിൽ ചിറകും തൊക്കുമൊക്കെ പൊതിഞ്ഞ് പറപ്പിച്ച് പ്രാർത്ഥിക്കുന്ന ഭക്തന്റെ നിലവിളിക്കുന്ന ജനത്തിന്റെ പാളയത്തിന്റെ ചുറ്റിലും എന്റെ ദൈവം കൊണ്ടെത്തിച്ചു. എങ്ങനെ എന്റെ വിഷയത്തിനൊരു പരിഹാരമുണ്ടാകും? ഒരു സോഴ്സും എന്റെ മുമ്പിലില്ല, ആരും എന്നെ സഹായിക്കാനില്ല. പക്ഷേ ഇന്ന് രാത്രി ഈ വചനത്തിലൂടെ ഈ സന്ധ്യയെങ്കിൽ ദൈവാത്മാവ് ഇങ്ങനെ പറയുന്നു, ഒരു സോഴ്സും വേണ്ട, ഒരു സാധ്യതയും എന്റെ മുമ്പിലില്ല. എന്റെ കുഞ്ഞിനെ പഠിപ്പിക്കാൻ എനിക്ക് കഴിയുന്നില്ല, നല്ലൊരു ഭാവിയിലേക്ക് അവനെ വഴിതിരിച്ചു വിടാൻ കഴിയുന്നില്ല, എന്റെ കുടുംബത്തിന്റെ അവസ്ഥകൾക്ക് മാറ്റം വരുന്നില്ല. പലപ്പോഴും എന്റെ ജീവിതത്തെ പിടിമുറുക്കുന്ന പല പ്രതിസന്ധികളും എന്റെ മുമ്പിൽ
അവൻ എൻ്റെ തലയ്ക്കുമീതെ കവിഞ്ഞു വരുന്നു. ഞാൻ എങ്ങനെ ഇതിനെ നേരിടുമെന്ന് അവൻ ഭാരത്തോടെ ആയിരിക്കുന്ന എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമക്കളെ, ജീവിതത്തിന്റെ മുമ്പിൽ ഭാരപ്പെടേണ്ട. ലിവ്യാദാന്റെ തലയെ തകർത്ത് മരുവാസികളായ ജനത്തിന് അതിനെ ആഹാരമാക്കി കൊടുത്തെങ്കിൽ, അവൻ സമുദ്രത്തിന്റെ അടിയിൽ കിടന്ന ലിവ്യാദാന്റെ തലയെ തകർത്ത് അതിനെ അവൻ ആ വലിപ്പത്തിൽ, അവൻ എത്ര വലിപ്പത്തിൽ അതിനെ പറപ്പിച്ചെത്തിക്കേണ്ട മണ്ഡലത്തിൽ നിലവിളിക്കുന്നവന്റെ മുമ്പിൽ എത്തിച്ചെങ്കിൽ, ഏതാണ് ആവശ്യം, ഏതാണ് പ്രാർത്ഥന, ഏതിനു വേണ്ടിയാ കരയുന്നത്, ഏതിനു വേണ്ടിയാ നിലവിളിക്കുന്നത്, അതേ ഭാവത്തിലും രൂപത്തിലും ഒരു ലിവ്യാദാനെ ഒരിക്കലും ഇസ്രായേലിന്റെ മുമ്പിൽ കൊണ്ട് എത്തിക്കാൻ കഴിയത്തില്ല. പിന്നെയോ ലിവ്യാദാനെ എത്തിക്കാൻ പറ്റത്തില്ല. പക്ഷേ ലിവ്യാദാനെ പീസാക്കി അതിനെ കഷ്ണിച്ച് അവൻ ഒരു കാടയുടെ വലുപ്പത്തിലാക്കി ചിറകും തൂവലും വെച്ചു പിടിപ്പിച്ച് തന്റെ ഭക്തന്റെ തന്റെ പ്രാർത്ഥിക്കുന്ന ജനത്തിന്റെ മുമ്പിൽ, നിലവിളിക്കുന്ന ജനത്തിന്റെ മുമ്പിൽ എന്റെ കർത്താവ് കൊണ്ടെത്തിച്ചെങ്കിൽ, ഇന്ന് രാത്രി ഈ സന്ധ്യയെങ്കിൽ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് ഞാൻ പ്രവചനാത്മാവിൽ പറയാം. വിഷയത്തിന് നടുവിൽ വ്യക്തമായ ചില ദൈവപ്രവർത്തികൾ ഈ ദിവസങ്ങളിൽ വെളിപ്പെടുത്തി എന്റെ കർത്താവിന് മാനിക്കാൻ പദ്ധതിയുണ്ട്. നിന്ദകളും പരിഹാസങ്ങളും കേട്ട് അവമാനത്തിന്റെ ആ ഭാണ്ഡം ചുമന്നുകൊണ്ട് എവിടെങ്കിലും ഒതുങ്ങിത്തീരുമെന്നും 4 ചുവരുകൾക്കകത്ത് ഒതുങ്ങിപ്പോകുമെന്നും ദുഷ്ടപിശാച് വാത് കിട്ടുമ്പോ ഇന്ന് രാത്രി പ്രാർത്ഥിക്കാൻ നമ്മൾ മുട്ടുമടക്കിയാൽ നമുക്ക് വേണ്ടി ചലിക്കുന്ന, നമുക്ക് വേണ്ടി ഉയർന്നിരിക്കുന്ന ഒരു കരമുണ്ട്. കടലിൽ ഒരു കാറ്റടിച്ചു, അത് പാളയത്തിലാണ്. ആ കാറ്റ് അടിച്ച് കടലിലടിച്ച ആ കാറ്റ് കാടകളെ പറപ്പിച്ച് ഇസ്രായേലിന്റെ പാളയത്തിൽ കൊണ്ടെത്തിച്ചു. ഇന്ന് ഈ സമയത്ത് ഈ ദൂത് ഇവിടെ പറയുമ്പോ കടലിനകപ്പുറത്ത് കിടക്കുന്ന ചില ദൈവപ്രവർത്തികളെ നിന്റെ കരത്തിന്റെ അകത്ത് കൊണ്ടെത്തിക്കാൻ, കടലിന്റെ അപ്പുറത്ത് കിടക്കുന്ന ചില നന്മകളെ നിന്റെ കരത്തിൽ കൊണ്ടെത്തിക്കാൻ, അർത്ഥപ്രമാണഘടകസിയ ചില ദൂരത്തിൽ കിടക്കുന്ന, ഒരിക്കലും എന്റെ കൈയെത്തിപ്പിടിക്കാൻ പറ്റാത്ത ചില വിഷയങ്ങളെ എന്റെ കൈപ്പിടിക്കകത്ത് കൊണ്ടെത്തിക്കുന്ന സ്തോത്രം 2 മുഴം ഉയരത്തിൽ ഞാൻ കൈയെത്തിപ്പിടിക്കും വിധത്തിൽ ഇസ്രായേലിന്റെ പാളയത്തിൽ ആ കാടുകളെ കൊണ്ട് എത്തിച്ചു കൊടുത്തെങ്കിൽ, എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, എന്റെ കയ്യിൽ എത്തിപ്പിടിക്കത്തക്ക നിലവാരത്തിൽ ചില വിഷയങ്ങളെ എനിക്ക് അനുകൂലമാക്കി തിരിക്കാൻ എന്റെ കർത്താവിന് ഇന്ന് ഈ സന്ധ്യയിൽ കഴിയുമെന്ന് ആത്മാവിൽ വിശ്വസിക്കുന്ന ദൈവജനം ആയിരിക്കുന്ന ഇടത്ത് ആത്മാവിൽ ദൈവത്തെ സ്തുതിച്ചു തുടങ്ങട്ടെ. ശൂന്യതകളുടെ നടുവിൽ ഭാരപ്പെടുന്നു, ഇടുക്കങ്ങളും ഞെരുക്കങ്ങളും അനുഭവിച്ച് തളർന്നിരിക്കുന്നു. നിന്ദകൾ കേട്ട്, ഒരു പെനീയുടെ നിന്ന വാക്കുകൾ കേട്ട് ഒരു ഹന്ന കരയുന്നത് പോലെ മാറിയുന്നു കരയുന്നു. ഇന്ന് രാത്രി കരച്ചിൽ കാണുന്ന ഒരു ദൈവമുണ്ട്. നിന്റെ കണ്ണുനീര് തുടയ്ക്കുന്ന ഒരു കർത്താവുണ്ട്. നിന്റെ മുഖത്തെ ആദരിക്കുന്ന ഒരു കർത്താവുണ്ട്. ഇന്ന് രാത്രി ഈ സന്ധ്യയെങ്കിൽ കർത്താവിനോട് പ്രാർത്ഥിക്കട്ടെ, മുട്ടുമടക്കാൻ തയ്യാറാകട്ടെ. വലിയ ദൈവപ്രവൃത്തികൾക്ക് കുടുംബം സാക്ഷ്യം വഹിക്കാൻ പോകുക. സ്വത്വം സഹോദരങ്ങളുടെ നടുവിൽ ദൈവം ചില മാന്യതകളെ അയക്കാൻ പോകുന്നെന്ന് ആത്മാവ് ഇന്ന് സന്ധ്യയെങ്കിൽ ആത്മാവിൽ ദൂത് കൈമാറുന്നു. വിശ്വാസത്തോടെ ആ ദൂതുകളെ ഏറ്റെടുക്കട്ടെ. കടലിൽ കിടക്കുന്ന ഒരു ലിവ്യാദാനെ എന്റെ വീടിന്റെ മുറ്റത്തെത്തിക്കാൻ എന്റെ ദൈവത്തിന് കഴിയും. കടലിൻ നമ്മൾ 74-ാം സങ്കീർത്തനം വായിച്ചപ്പോൾ നമ്മൾ കണ്ടു, ലിവ്യാദാന്റെ തലയെ തകർത്തു. അനുകൂലമാകാത്ത, സാധ്യമാകാത്ത വലിയ മത്സ്യത്തെ തകർത്ത് അതിനെ കഷ്ണിച്ച് അതിനെ എത്തിക്കേണ്ട മണ്ഡലത്തിൽ എത്തിക്കാൻ പുറകിൽ ചലിച്ചൊരു കരം സൃഷ്ടിതാവായ ദൈവത്തിന്റെ കരമാണെങ്കിൽ, വായ്ത്തത്വങ്ങളിൽ വിശ്വസ്തനായ ദൈവത്തിന്റെ കരമാണെങ്കിൽ, ഇന്ന് പകൽ എന്നോട് പറഞ്ഞ വായ്ത്തത്വങ്ങൾ അത് ഊവെന്ന. അതുകൊണ്ട് ഭാരപ്പെടേണ്ട. പ്രാർത്ഥിക്കാൻ തയ്യാറാകുമെങ്കിൽ എന്റെ കൂടാരത്തിന്റെ അകത്ത് വെളിപ്പെടേണ്ടത് ദൈവം വെളിപ്പെടുത്തും. എന്റെ കൂടാരത്തിൽ വെളിപ്പെടുത്തത്തില്ലെന്ന് ശത്രുവായവൻ വാതുകെട്ടുന്ന ഇരുട്ടിന്റെ പൈശാചിക ബന്ധനങ്ങളെ ഇന്ന് സന്ധ്യയെങ്കിൽ ദൈവാത്മാവ് തച്ചുടച്ച് ചില വിടുതലുകൾ ചില കൂടാരങ്ങൾക്കകത്തേക്ക്, ചില തലമുറകളിലേക്ക് ഒറ്റയ്ക്ക് ദൈവത്തിനു വേണ്ടി ഇറങ്ങിത്തിരിച്ച ചില കുടുംബങ്ങളിലേക്ക് ദൈവാത്മാവ് ഇന്ന് പകൽ അയക്കുന്നു.
തലമുറകളെ ഓർത്ത് കരയുന്ന, ഭാവിയെ ഓർത്ത് കരയുന്ന, ഞെരുക്കത്തിന് നടുവിൽ കരയുന്ന, നാളെയിലെ കാര്യം എങ്ങനെ നടക്കുമെന്ന് ഭാരപ്പെടുന്ന ചില വിഷയത്തിന്റെ അകത്ത് ഇസ്രായേൽ ജനം വാതിൽ തുറന്നു നോക്കിയപ്പോൾ അവരുടെ വാതിക്കൽ അവർക്ക് കയ്യെത്തി പിടിക്കത്തക്കവണ്ണം, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഒരു ദിവസത്തെ വഴി ഇങ്ങോട്ടും ഒരു ദിവസത്തെ വഴി അങ്ങോട്ടും നടന്ന് പറക്കി എത്തിപ്പിടിക്കത്തക്ക വിധം എന്ന് പറഞ്ഞാൽ ചെറിയ ഒരു കരുതലല്ല, ചെറിയ ഒരു നന്മയല്ല. ജീവിതത്തിൽ എനിക്ക് തൃപ്തി വരത്തക്ക വിധമുള്ള ചില നന്മകളെ എനിക്ക് വേണ്ടി എത്തിക്കുവാൻ നമ്മുടെ ദൈവം ശക്തനാണ്. ആ ദൈവത്തിൽ പൂർണ്ണമായി ഈ സന്ധ്യയിൽ ആശ്രയിക്കുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. പക്ഷേ ഇസ്രായേൽ പെറുവിറുത്തു. പക്ഷെ അവർക്ക് മതിയാകുവോളം ആഹാരം ലഭിച്ചു. പക്ഷെ ഇന്ന് പകൽ ഒരു ദൂതോടെ പറഞ്ഞ് ഞാൻ മുന്നോട്ട് പോകാം. തന്ന നന്മയ്ക്കകത്ത് തൃപ്തി പ്രാപിക്കാൻ കഴിയാത്ത ഒരനുഭവം ഇന്ന് സന്ധ്യയെങ്കിൽ ആർക്കെങ്കിലും, എല്ലാവർക്കും എന്നല്ല, ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ആ തൃപ്തി പ്രാപിക്കാത്ത മനസ്സുകൾക്ക് ഒരു മാറ്റം വരത്തക്കവണ്ണം ദൈവകൃപയുടെ ചില ചലനങ്ങൾ, ചില മാനസിക മണ്ഡലങ്ങൾക്കകത്തേക്ക് നന്മ ഭവനത്തിന്റെ അകത്ത് വന്നിട്ടു വേണ്ടുന്ന രീതിയിൽ ഉപയോഗിക്കാൻ കഴിയാതെ, അത് ഫലപ്രദമായി മാറുവാൻ കഴിയാതെ, കുടുംബത്തിന്റെ അകത്തൊരു നന്മയായി തീരുവാൻ കഴിയാതെ എന്തോ ഒഴുകിപ്പോകുന്ന ചില മേഖലകൾ, നന്മകളെ ഡൈവേർട്ട് ചെയ്ത് വിടുന്ന ചില മേഖലകൾ ഇന്ന് പകൽ ഈ സന്ധ്യയിൽ ദൈവാത്മാവ് ആരുടെയൊക്കെയോ കുടുംബത്തെ നോക്കി പറയുന്നു. കുടുംബത്തിന്റെ അകത്ത് നന്മയെ ഡൈവേർട്ട് ചെയ്തു വിടുന്ന, റൂട്ട് മാറ്റിവിടുന്ന ചില മേഖലകളുടെ മേൽ യേശുവിന്റെ നാമത്തിൽ ഈ വചനത്തിന്റെ ശക്തി പുറപ്പെട്ട് കൂടാരങ്ങൾക്കകത്ത് വെളിപ്പെടേണ്ടത്, തലമുറകളിൽ വെളിപ്പെടേണ്ടത്, ഭവനങ്ങളിൽ വെളിപ്പെടേണ്ടത് ഈ സന്ധ്യയെങ്കിൽ യേശുവിന്റെ നാമത്തിൽ വെളിപ്പെട്ടു വരാൻ യേശുവിൻ നാമത്തിൽ കൽപ്പിക്കുന്നു. ഇപ്പോൾ തന്നെ ചില കുടുംബങ്ങൾക്കകത്തുനിന്ന് നന്മകളെ ഛിദ്രിപ്പിച്ച് കളയുന്ന, ചിതറിച്ച് കളയുന്ന, സ്വസ്ഥതയെ കെടുത്തിക്കളയുന്ന ചില മേഖലകൾ ഇന്ന് പകൽ യേശുവിന്റെ നാമത്തിൽ മാറിപ്പോകാൻ നസ്രയന്റെ നാമത്തിൽ കൽപ്പിക്കുന്നു. ചില കുടുംബങ്ങൾക്കകത്ത് സ്വസ്ഥ വെളിപ്പെടട്ടെ, സമാധാനം വെളിപ്പെടട്ടെ. ചില ഐക്യതയോട് ഒരുമിച്ച് നിന്ന് ഞാനും എന്റെ കുടുംബമോ ഞങ്ങൾ യഹോവയെ സേവിക്കുമെന്ന് പറയത്തക്ക വിധത്തിൽ ചില കുടുംബങ്ങൾക്കകത്ത് ചില ദൈവപ്രവൃത്തികൾ ഇന്ന് രാത്രി ഈ പകൽ ചലിക്കപ്പെടാൻ യേശുവിന്റെ നാമത്തിൽ കൽപ്പിക്കുകയാണ്. ഓ, രക്തത്താല് ജയം. അത്ഭുതങ്ങൾ നടക്കട്ടെ, അത്ഭുതങ്ങൾ നടക്കട്ടെ, അത്ഭുതങ്ങൾ നടക്കട്ടെ. അവൻ പ്രാർത്ഥിച്ച മോശയ്ക്ക് സംതൃപ്തിയായി. പ്രാർത്ഥിച്ച മോശയ്ക്ക് അവൻ എങ്ങനെ കൊടുക്കുമെന്ന് ചോദിച്ചതിന് ദൈവം മറുപടി കൊടുത്തു. കൊടുക്കുമെന്ന് ചോദ്യങ്ങൾ, എന്റെ കാതുകൾക്കകത്ത് മുഴങ്ങിയ ചില ചോദ്യങ്ങൾ, എന്നോട് ചോദിച്ച ചില ചോദ്യങ്ങൾ, എന്റെ കുടുംബത്തിൽ നിന്ന് ഉയർന്നു വന്ന ചോദ്യങ്ങൾ, എന്റെ തലമുറയിൽ നിന്ന് ഉയർന്നു വന്ന ചോദ്യങ്ങൾ, എന്റെ സഭയിൽ നിന്ന് ഉയർന്നു വന്ന ചോദ്യങ്ങൾ, എന്റെ സമൂഹത്തിൽ നിന്ന് ഉയർന്നു വന്ന ചോദ്യങ്ങൾ, ഇന്ന് പകൽ ഏത് ചോദ്യമാകട്ടെ, എന്റെ ശരീരത്തിന്റെ ഘടനകൾക്കകത്ത് എന്റെ ഏത് വിധത്തിൽ ഞാൻ നന്മ പ്രാപിക്കുമെന്ന് ചോദിക്കുന്ന ചില ചോദ്യങ്ങളുടെ നടുവിൽ ഭാരപ്പെടുന്നെങ്കിൽ ഇന്ന് രാത്രി ഈ സന്ധ്യയെങ്കിൽ ദൈവാത്മാവ് പറയുന്നു, ചോദ്യത്തിന് ഞാൻ മറുപടി പറയണ്ട, എനിക്ക് വേണ്ടി മറുപടി പറയുന്ന ഒരു സ്വർഗമുണ്ട്. എനിക്ക് വേണ്ടി മറുപടി പറയുന്ന ഒരു സ്വർഗമുണ്ട്. പ്രാർത്ഥിക്കുന്ന ദൈവം എനിക്ക് വേണ്ടി മറുപടി പറയും. ചോദ്യങ്ങൾക്ക് ഇനി മറുപടി വേണ്ട. മാറിയിരുന്ന് പ്രാർത്ഥിക്ക്, മൗനമായിരുന്ന് പ്രാർത്ഥിക്ക്, മിണ്ടാതിരുന്ന് ഞാൻ ദൈവമെന്ന് അറിഞ്ഞുകൊള്ളുവീനെന്ന് ഇന്ന് സന്ധ്യ ഇടപെടുന്നു. ദൈവകാര്യങ്ങളിലേക്ക് ഏൽപ്പിക്കുക. നമുക്കറിയാം അപ്പോസ്തല പ്രവൃത്തി 12-ാം അധ്യായത്തിൽ യാക്കോബിനെ കൊന്നു തറിഞ്ഞിട്ട് സ്തോത്രം യാക്കോബിനെ കൊന്നു, അത് യഹൂദന്മാർക്ക് പ്രസാദമായി എന്ന് തിരിച്ചറിഞ്ഞ ഹെരോദാവും യഹൂദ ജനവും പത്രോസിനെ കൊല്ലുവാൻ തടവിലാക്കിയിരിക്കുക. തടവിൽ ജനത്തിന്റെ മുമ്പിൽ നിർത്താൻ ഭാവിച്ചതിന്റെ തലേദിവസം രാത്രി സ്തോത്രം സഭ ശ്രദ്ധയോടുകൂടി 5-ാം വാക്യം നമ്മൾ വായിക്കുമ്പോൾ പത്രോസിന് വേണ്ടി സഭ ശ്രദ്ധയോട് പ്രാർത്ഥിക്കുക. ഇന്ന് ഈ വചനം കേൾക്കുന്ന ഈ ഗ്രൂപ്പിൽ പങ്കെടുക്കുന്ന എന്റെ അറിവ് ശരിയാണെങ്കിൽ ഒരു പ്രാർത്ഥന സംഘം തന്നെയുണ്ട്. അങ്ങനെയെങ്കിൽ ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ തയ്യാറാകുമെങ്കിൽ നമ്മൾ സഭയായി നമ്മൾ കരം കോർക്കാൻ ഒരു കൂട്ടം ദൈവജനം കൈകോർക്കാൻ തയ്യാറാകുമെങ്കിൽ
ചില പത്രോസുമാർ വിടുവിക്കപ്പെടും. എങ്ങനെ പത്രോസ് വിടുവിക്കപ്പെടും? വലിയ ഭരണാധികാരികൾ, നിയന്ത്രിക്കുന്ന ചില ശക്തികൾ, ചിലത് കണ്ട് സന്തോഷിക്കാൻ ആഗ്രഹിക്കുന്ന ചില മേഖലകൾ. അതിന്റെ 12-ാം വാക്യം വായിക്കുമ്പോൾ നമുക്ക് കാണാം, ഹെരോദാവിനും യഹൂദജനത്തിനും പത്രോസിന് മേൽ ചില പ്രതീക്ഷകളുണ്ട്. എന്താ? അവനെ കൊല്ലണം, നാളെ ജനത്തിന് മുമ്പിൽ നിർത്തണം. പക്ഷേ പത്രോസ് വിടുതൽ പ്രാപിക്കുമ്പോൾ പറയുന്നൊരു കാര്യമുണ്ട്, അവന്റെ പ്രതീക്ഷകളെല്ലാം മാറ്റിമറിച്ച് എന്നെ പുറത്തു കൊണ്ടുവന്നൊരു ദൈവത്തെ പത്രോസ് സുബോധം കാണുന്നപ്പോൾ അവൻ തിരിച്ചറിഞ്ഞു. അങ്ങനെയെങ്കിൽ പ്രാർത്ഥിക്കുന്ന ഒരു കൂട്ടം ദൈവജനം കരം കോർക്കാൻ തയ്യാറാകുമെങ്കിൽ ചില പത്രോസുമാർ വിടുവിക്കപ്പെടും, ചില വ്യക്തികൾ വിടുവിക്കപ്പെടും, ചില രാജ്യങ്ങൾ വിടുവിക്കപ്പെടും, ചില പട്ടണങ്ങളെ അവകാശം പറഞ്ഞ് പ്രാർത്ഥിക്കുന്ന ചിലരോട് ദൈവാത്മാവ് ഈ സന്ധ്യയിൽ പറയുന്നു. ചില വ്യക്തികളെ നോക്കി പ്രാർത്ഥിക്കുന്ന, ചില കുടുംബങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന, ചില കുടുംബത്തിലെ പ്രത്യേകമായ വിഷയങ്ങൾ എടുത്തു വെച്ച് പ്രാർത്ഥിക്കുന്ന ആരോടൊക്കെയോ ചില കൂട്ടായി പ്രാർത്ഥിക്കുന്ന ആരോടൊക്കെയോ പരിശുദ്ധാത്മാവ് പറയുന്നു, പ്രാർത്ഥനയുടെ ശക്തി വർദ്ധിച്ചു വരട്ടെ. ചില വിടുതലുകൾക്ക് സാക്ഷ്യം വഹിക്കാൻ പോവുക. പത്രോസിനെ വിടുവിക്കാൻ ദൈവത്തിന്റെ ദൂതൻ തലേദിവസം രാത്രി ഇറങ്ങി. നാളുകളിൽ നടക്കാനുള്ള ചില പ്രതിസന്ധികളെ ഇന്ന് ഈ വചനം കേൾക്കുമ്പോൾ പരിശുദ്ധാത്മാവ് റദ്ദ് ചെയ്യുകയാണ്. പിശാച് നാളുകളിൽ എൻ്റെ കൂടാരത്തിൻ്റെ അകത്ത്, എൻ്റെ തലമുറയ്ക്കകത്ത്, എൻ്റെ കുടുംബത്തിൻ്റെ അകത്ത്, എൻ്റെ സമൂഹത്തിൻ്റെ അകത്ത് ഞാൻ പ്രാർത്ഥിക്കുന്ന ചില ജീവിതങ്ങളുടെ മേൽ വരുത്തുവാൻ കണിയൊരുക്കി വെച്ചിരിക്കുന്ന ചില പദ്ധതികളെ ഇന്ന് സന്ധ്യയെങ്കിൽ വചനത്തിന്റെ ശക്തിയാൽ ദൈവാത്മാവ് അടിച്ചു മാറ്റുകയാണ്. യേശുവിൻ്റെ നാമത്തിൽ അത് സംഭവിക്കട്ടെ. പത്രോസിന് വേണ്ടി ദൂതനിറങ്ങി, പത്രോസിന്റെ വിലാപ്പുറത്ത് തട്ടി. നിയോഗമുള്ളവനാ കിടക്കുന്നേ, നിയോഗമുള്ളവനെ ഒതുക്കാനാ യഹൂദജനത്തിന്റെയും ഹെരോദാവിന്റെയും തന്ത്രം. പക്ഷെ നിയമത്തിനു വിരോധമായി നിയമത്തിനു വിരോധമായി അഷ്ടത നിർമ്മിക്കുന്ന ദുഷ്ട സിംഹാസനത്തിന് നിന്നോട് സഖ്യതയുണ്ടാകുമോ? ദൈവജനത്തെ തകർത്തു കളയാൻ ശ്രമിക്കുന്ന, ദൈവ കുടുംബങ്ങളെ തകർത്തു കളയാൻ ശ്രമിക്കുന്ന ചില അന്യാരാധനയുടെ ശക്തികളുടെ മേൽ ഇന്ന് സന്ധ്യയെങ്കിൽ ദൈവകരം ചലിച്ചുകൊണ്ട് ചില വിടുതലുകൾ, ചില വ്യക്തികളെ കാരാഗ്രഹത്തിന്റെ വാതിലുകൾ തുറന്ന് പുറത്തു കൊണ്ടുവന്ന് വിടുവിക്കാൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. അസാധ്യതകളെ സാധ്യമാക്കാൻ കഴിയുന്ന കർത്താവിന്റെ കരം, പ്രാർത്ഥനയാൽ അടിക്കാൻ കഴിയുന്ന, ആരാധനയുടെ ശക്തിയാൽ അടിച്ചു കളയാൻ പറ്റുന്ന ഒരു ദൈവകരത്തിന്റെ വല്ലഭത്വത്തെ ഇന്ന് രാത്രി തിരിച്ചറിയട്ടെ. ഒരു നിമിഷം ദൈവകരങ്ങളിലേക്ക് ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാം. പത്രോസിന്റെ വിലാപ്പുറത്ത് തട്ടി, വേഗം എഴുന്നേൽക്ക്, നിന്റെ പുതപ്പ് ധരിച്ച് എന്റെ പുറകെ വാ. 1-ാം വാതിലും 2-ാം വാതിലും അവൻ കടന്നു. ഇരുമ്പ് വാതിൽ അവന് മുമ്പേ തുറന്നു. ഇന്ന് പകൽ 1-ഉം 2-ഉം വാതിൽ അവൻ കടന്നെങ്കിൽ 3-ാം വാതിൽ തുറന്നു. അങ്ങനെയെങ്കിൽ പ്രാർത്ഥിക്കുന്ന തന്റെ സഭയ്ക്ക് മുമ്പിൽ ദൈവം ആ വിഷയത്തെ കൊണ്ടെത്തിച്ചെങ്കിൽ ഇന്ന് ഈ തിങ്കളാഴ്ച പകൽ ആത്മാവിൽ ദൂത് പറയുമ്പോൾ അടുത്ത ഞായറാഴ്ച സഭായോഗത്തിന് ഞാൻ സാക്ഷ്യം പറയാൻ എഴുന്നേൽക്കുമ്പോൾ എനിക്ക് എടുത്തു പറയാൻ പറ്റുന്ന ചില സാക്ഷ്യങ്ങൾ, എൻ്റെ വിടുതലിന്റെ അനുഭവങ്ങൾ ദൈവത്തിന് തരാൻ ആരുടെയൊക്കെയോ കുടുംബത്തിന്റെ അകത്ത്, ഈ വചനം കേൾക്കുന്ന ആരുടെയൊക്കെയോ ജീവിതത്തിന്റെ അകത്ത് ദൈവത്തിന് പദ്ധതിയുണ്ട്. അടുത്ത ഞായറാഴ്ച, അടുത്ത വിശുദ്ധ ആരാധനയിൽ നിന്റെ കൂടാരത്തിന്റെ അകത്ത്, നിന്റെ ഭവനത്തിന് അതിനു മുമ്പേ ഒരു വിടുതൽ എൻ്റെ കർത്താവിന് അയക്കാൻ പദ്ധതിയുണ്ട്. ആ സാധ്യതകളെ സാധ്യമാക്കാൻ കഴിയുന്ന ദൈവം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ശിംശോനെ, ഒരു ബാലസിംഹമാണ് നിന്നെ തകർക്കാൻ വന്നത്. പക്ഷെ ഒരാടിനെ പോലെ നീ അതിനെ കീറിക്കളയാൻ പോവുക. ഹല്ലേലൂയ, സ്തോത്രം. മോശയെ, നീ കരഞ്ഞതെന്തിനാ? ആ ജനത്തിനു വേണ്ടി ഹല്ലേലൂയ കാടകളെ മാംസം കൊടുക്കാനല്ലേ? പക്ഷേ മോശെ, നിന്നെ വിളിച്ചു വേർതിരിച്ചവൻ ലിവ്യാദാന്റെ തലയെ തകർത്ത് നിനക്ക് ആ നന്മ, നിന്റെ കൂടാരത്തിന് നീ പ്രാർത്ഥിച്ച ആ വിഷയത്തിന്റെ കയ്യെത്തിപ്പിടിക്കും തരത്തിലേക്ക് അത് കൊണ്ടെത്തിക്കാൻ ദൈവശക്തനാ. പ്രാർത്ഥിച്ച സഭയെ നീ എന്തിനാ പ്രാർത്ഥിച്ചേ? പത്രോസിന്റെ വിടുതലിന് വേണ്ടിയല്ലേ? പത്രോസിന്റെ വിടുതലാണെങ്കിൽ പത്രോസിനെ നിന്റെ വാതിക്കൽ കൊണ്ടുവന്ന് മുട്ടി വിളിക്കത്തക്ക വിധത്തിൽ രോധ എന്ന ആ സഹോദരി വന്ന് സ്തോത്രം പറയത്തക്ക, പത്രോസ് എന്ന് പറയത്തക്ക വിധം വ്യക്തമായ ഒരു ദൈവപ്രവൃത്തി വെളിപ്പെടുത്തെങ്കിൽ ഒന്നുകൂടെ ആഴമായി ദൈവാത്മാവ് ഒരു ദൂത് പറയാൻ പറയുന്നു. പത്രോസിനെ പട്ടണത്തിന്റെ വാതിൽക്കിന്റെ പുറത്തു കൊണ്ടുവന്ന് വിട്ടിട്ട് സ്തോത്രം ഒരു ഹെരോദാവിനെ സ്തോത്രം രേഖ എഴുതിയവനെ കൊല്ലുവാൻ വിധി എഴുതിയവനെ സ്തോത്രം എൻ്റെ കർത്താവ്
അവൻ ദൈവത്തിന് മഹത്വം കൊടുക്കാത്ത ഹെരോദാവിനെ ഒറ്റയടിക്ക് അവൻ ക്രമിക്കിരിയാക്കിയെങ്കിൽ ഇന്ന് പകൽ നിന്റെ കൂടാരത്തിനകത്ത് ഒരു വിടുതൽ നടക്കുമ്പോൾ നിനക്ക് വിരോധമായി